Hello, Namaskaram. I am Merin. Welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോഫി ഇങ്ക് വെച്ച് തന്നെ നമുക്ക് പല രീതിയിൽ പല ഷെയ്ഡ്സിൽ എങ്ങനെ കാലിഗ്രഫി ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഒരു നോർമൽ കോഫി പൗഡർ വെച്ചിട്ട് നമ്മൾ കാലിഗ്രഫി ചെയ്യുന്നതെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു കോഫി ഇങ്ക് വെച്ച് തന്നെ നമുക്ക് എങ്ങനെ നമ്മളുടെ കാലിഗ്രഫി കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാം, എങ്ങനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, വെള്ളം, കാർഡ്, ബ്രഷ് പെൻ, പെൻസിൽ. അപ്പോൾ നമുക്കിനി കാലിഗ്രഫി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 1/2 സ്പൂൺ കോഫി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ എത്ര എമൗണ്ട് കോഫി പൗഡറാണോ എടുത്തേക്കുന്നത് അത്ര എമൗണ്ട് വെള്ളം എടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാ പാർട്ടിക്കിൾസും നല്ലതുപോലെ ഡൈല്യൂട്ട് ആവുന്ന രീതിയിൽ ജസ്റ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നാലേ നമുക്ക് നല്ലതുപോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അധികം കട്ടിയും ആവാൻ പാടില്ല, അധികം ലൂസും ആവാൻ പാടില്ല. നമ്മൾ നോർമൽ ഒരു വാട്ടർ കളർ വെച്ചിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ കോഫി ഇങ്ക് വെച്ചിട്ടും കാലിഗ്രഫി ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇങ്ക് വെച്ച് തന്നെ നമുക്ക് പല മെത്തേഡിൽ പല സ്റ്റൈലിൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സും ഗ്രേഡിയൻസും കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അതാണ് ഇനി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാർഡ് എടുത്തേക്കുവാണ് നമ്മൾ. റെഫറൻസിന് വേണ്ടിയിട്ട് ആദ്യം പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഡയറക്റ്റ് കോഫി ഇങ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഈ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് അധികമായിട്ടുള്ള കളേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ഗ്ലാസിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുക. എന്നിട്ട് വളരെ ലൈറ്റായിട്ട് ഇങ്ക് എടുത്താൽ മാത്രം മതിയാവും. ഈ മെത്തേഡിൽ ഞാൻ അധികം കോഫി ഇങ്ക് എടുത്തിട്ടില്ല. ബ്രഷിൻ്റെ അകത്ത് വളരെ ലൈറ്റായിട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പം കണ്ടില്ല, ഇത്രയും ഡാർക്ക് ഇങ്ക് വെച്ചിട്ട് നമുക്ക് വളരെ ലൈറ്റായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെ ഡാർക്കായിട്ട് എഴുതുന്നതെന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡാർക്ക് ലെറ്ററിങ് എങ്ങനെ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഇങ്ക് എടുത്തേക്കുവാണ്. നല്ല രീതിയിൽ നമ്മൾ കളർ എടുത്തേക്കുവാണ്. ഒരു ലെറ്റർ എഴുതി അത് ലൈറ്റ് ആവുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേളിൽ ഒന്നുകൂടെ ഓവർ റൈറ്റ് ചെയ്യുക. അപ്പം ഈ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഓരോ ലെറ്റർ എഴുതുകയാണ്. എന്നിട്ട് ആ ലെറ്റർ ഡ്രൈ ആവുന്നതിന് മുമ്പേ എന്നിട്ട് കുറച്ച് ഇങ്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓവർ റൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ കിട്ടും. ഓരോ ലെറ്റർ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഓവർ റൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഡാർക്ക് കളറിലായിരിക്കും കിട്ടുന്നത്. ഡ്രൈ ആവുന്നതിന് മുമ്പേ ആ ഒരു ലെറ്റർ ഡ്രൈ ആവുന്നതിന് മുമ്പേ നമ്മൾ ഓവർ റൈറ്റിങ് ചെയ്തിരിക്കണം. അപ്പോൾ കണ്ടില്ലേ, വളരെ ഡാർക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ലെറ്റർ കിട്ടിയേക്കുന്നത്. ഇതാ കണ്ടില്ലേ, സെയിം ഇങ്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് കാർഡിൽ നമ്മൾ ഓരോ ലെറ്റർ ബൈ ലെറ്ററാണ് ഡാർക്കും ലൈറ്റും ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ലെറ്റർ ഡാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി നെക്സ്റ്റ് വേർഡ് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എക്സസ് ആയിട്ടുള്ള കളേഴ്സ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്ന തുടയ്ക്കുക, എന്നിട്ട് എഴുതുക. ഒരു ലൈറ്റായ കളർ വന്നിട്ടുണ്ട്. ഇനി എഫ് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് എഫ് കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ തൊട്ട് കൊടുക്കുക. അധികമായിട്ടുള്ള കളേഴ്സ് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുക. അപ്പോൾ നമുക്ക് ലെറ്റർ ബൈ ലെറ്ററും ഡാർക്കും ലൈറ്റും ചെയ്യാവുന്നതാണ്. ഈ കാർഡും നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് ലെറ്ററിങ്ങിൽ കൊണ്ടുവരുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി കളർ എടുക്കുക. എന്നിട്ട് ഈ ലെറ്റർ ഡ്രൈ ആവുന്നതിന് മുമ്പേ, ഇപ്പോൾ നമുക്ക് മേലത്തെ സൈഡിലാണ് ഗ്രേഡിയൻറ്റ് കൊണ്ടുവരേണ്ടതെങ്കിൽ ജസ്റ്റ് കുറച്ചുകൂടെ ഇങ്ക് എടുക്കുക. എന്നിട്ട് ഏത് പോർഷനിലാണോ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവരേണ്ടത് അവിടെ നിന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മേലത്തെ പോർഷനിലെല്ലാം ജസ്റ്റ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലത്തെ പോർഷനിൽ മാത്രമാണ് നമ്മൾ കുറച്ച് ഇങ്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡിങ് എഫക്റ്റാണ് കിട്ടിയേക്കുന്നത്. മേളിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കളറും മേളത്തെ പോർഷനിൽ വരും. അപ്പോൾ നല്ലൊരു ഷെയ്ഡിങ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് താഴെ ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതെന്ന് കാണിക്കാം. ലെറ്റേഴ്സ് ഡ്രൈ ആവുന്നതിന് മുന്നേ നമുക്ക് താഴെയും കൂടെ ഗ്രേഡിയൻ്റ് ഒന്ന് കൊടുക്കാം. ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴത്തേക്കൊന്ന് ടിൽറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഡാർക്ക് ഷെയ്ഡ് കറക്റ്റ് താഴത്ത് തന്നെ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് കാർഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് അപ്പറും ലോവറും ഗ്രേഡിയൻ്റ് മിക്സ് ആയിട്ടുള്ള കാലിഗ്രഫി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സിക്ക് നമ്മൾ അപ്പർ കൊടുക്കാം. ഒയ്ക്ക് താഴെ കൊടുക്കാം. എഫിന് മേളിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഷെയ്ഡും മിക്സ് ആക്കി ചെയ്യാമെന്ന് കണ്ടില്ലേ. ഇവിടെ മേളിൽ താഴെ, മേളിൽ താഴെ, അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കോഫി ഇങ്ക് വെച്ച് മാത്രമാണ് നമ്മൾ ഇത്രയും 6 ഷെയ്ഡ്സ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ഷെയ്ഡാണ്. സെക്കൻഡ് ഡാർക്ക് ഷെയ്ഡ്. തേർഡ് എന്ന് പറയുന്നത് മിക്സ്ഡ് ആയിട്ടാണ്, ഡാർക്ക് ലൈറ്റ്, ഡാർക്ക് ലൈറ്റ്, ഡാർക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രേഡിയൻ്റ് എഫക്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ലോവർ പോർഷൻ ഡാർക്കാണ്, ഇതിൻ്റെ അകത്ത് അപ്പർ പോർഷൻ ഡാർക്കാണ്. ഇതിൽ മിക്സ്ഡ് ആയിട്ടാണ്, അപ്പർ ലോവർ അങ്ങനെയാണ് മിക്സ്ഡ് ആയിട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ ഒരു കോഫി ഇങ്ക് വെച്ചിട്ട് നമുക്ക് ഇത്രയും പാറ്റേൺസിൽ ഇതിനേക്കായി അധികം നമുക്ക് ഓരോരോ എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം.
അപ്പോൾ നിങ്ങൾ കോഫി കാലിഗ്രഫി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഷെയ്ഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇച്ചിരൂടെ ബ്യൂട്ടിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോഫി കാലിഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ കാർഡിൻ്റെ അകത്ത് വെള്ളം വീഴാൻ പാടില്ല. കാരണം വെള്ളം വീണ ഉടനെ തന്നെ അത് മൊത്തം സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ് വെച്ചിട്ട് കാർഡ് തൊടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കാർഡ്സ് നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കുക. വെയിലത്ത് വെച്ച് ഉണക്കിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊത്തം കോഫി ഇങ്ക് ആവും. പിന്നെ ഒരു മിസ്റ്റേക്ക് നോർമലി ചെയ്യുന്നതെന്ന് പറയുന്നത്, അഥവാ നിങ്ങൾ കോഫി ഇങ്ക് കൂടുതലായിട്ട് അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഡ്രൈ ആവാൻ കുറേ നേരം എടുക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ തൊടുമ്പോഴത്തേക്ക് കാർഡിൽ മൊത്തം കോഫി ആവും. അതുകൊണ്ട് ഉണങ്ങാത്ത കാർഡാണെങ്കിൽ ഏതെങ്കിലും പഴയ ഒരു നോട്ട്ബുക്കിൻ്റെ പേജസിന് നടുക്കായിട്ട് ഈ കാർഡ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ പേജസ് എക്സ്ട്രാ വന്നിട്ടുള്ള കോഫി എല്ലാം അബ്സോർബ് ചെയ്തെടുത്തോളും. അപ്പോൾ കണ്ടില്ലേ, വളരെ ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഒരു ചെലവും തന്നെ ഇല്ലാത്ത ഒരു കാലിഗ്രഫിയാണിത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കോഫി പൗഡർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പം ഉറപ്പായിട്ടും കോഫി കാലിഗ്രഫി ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെ നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതായിരിക്കും. ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.